അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ 2ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് K9 സ്ക്വാഡ്, നേരത്തെ പോലീസ് ഡോഗ് സ്ക്വാഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അതിപ്പോൾ K9 സ്ക്വാഡ് എന്നാണ് അറിയപ്പെടുന്നത്. K9 സ്ക്വാഡിലെ ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഒരു 2-3-4 ആഴ്ചത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്. അത് പ്രത്യേകിച്ചും ജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്ന് ആണ്. ഡോഗ് എന്താണ്, കേരള പോലീസിൽ ഏതൊക്കെ തരത്തിലുള്ള ഡോഗുകളുണ്ട് എന്നും അത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും ഉള്ള ഒരു അവയർനെസ്സിന് കൂടി വേണ്ടിയാണ് നമ്മൾ ഈ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് മെയിനായിട്ട് നമ്മുടെ ഡോഗ് ഷോയിൽ പങ്കെടുത്തിട്ടുള്ള ഡോഗുകൾ നാർക്കോട്ടിക് വിഭാഗത്തിലുള്ള ഡോഗുകളുണ്ട്, ട്രാക്കർ വിഭാഗത്തിലുള്ള ഡോഗുകളുണ്ട്. ട്രാക്കർ എന്ന് പറയുമ്പോൾ ഈ മോഷണം, കൊലപാതകം എന്നിവ കണ്ടുപിടിക്കുന്നതും അതിനൊരു പോലീസിന് ലീഡ് കൊടുക്കുന്നതാണ് ട്രാക്കർ ഡോഗുകൾ. പിന്നെ പ്രത്യേകിച്ച് എക്സ്പ്ലോസീവ് ബോംബ് ഡിറ്റക്ഷൻ ഡോഗുകൾ. അപ്പോൾ ഇങ്ങനെ 3 ഇനത്തിലുള്ള ഡോഗുകളാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അതിൽ തന്നെ പിന്നെ ചില നമ്മുടെ ഹാൻഡലർമാരുടെ മികവ് കൊണ്ട് ചില ഇൻഡിവിജ്വൽ പെർഫോമൻസും നമുക്കിന്ന് നടത്താൻ സാധിച്ചു. മെയിനായിട്ട് ഈ പബ്ലിക്കിന് നമ്മുടെ K9 സ്ക്വാഡിലെ ഡോഗുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു അവയർനെസ് കൂടെ നൽകുക എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 27-ാം തീയതി ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം മാത്രമേ പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചില്ല, മഴയായത് കാരണം. എല്ലാവരും നല്ല അഭിപ്രായമാണ് നമുക്ക് തന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നേരത്തെ ഒരു പേടിയുണ്ടായിരുന്നു പോലീസ് ഡോഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അവർക്ക് അങ്ങനെ ഇപ്പം തന്നെ നിങ്ങൾ തന്നെ കാണുന്നതാണ്. എല്ലാവരും സ്വന്തം വീട്ടിലെ പട്ടികളെ, ഡോഗിനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് നമ്മുടെ ഡോഗുകളുടെ അടുത്ത് വന്ന് അവരെ ആ ഭയമെല്ലാം മാറി അവർ പല ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതിന് നമുക്ക് വ്യക്തമായിട്ട് മറുപടി നൽകാനും സാധിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്, ജനങ്ങൾക്കിടയിൽ പോലീസ് ഡോഗ്സ് കൊണ്ട് ഒരു അവയർനെസ് കൊടുക്കുക, എന്തൊക്കെയാണ് ചെയ്യാൻ. അത് നമുക്ക് 100% പൂർത്തിയാക്കാൻ സാധിക്കും. എൻ്റെ പേര് പ്രേംകുമാർ. ഇത് ഡോഗ് അർജുൻ. ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനും എൻ്റെ സഹ ഹാൻഡലറായിട്ടുള്ള സുധീഷുമാണ്. ഇത് കൊല്ലം റൂറൽ K9 സ്ക്വാഡിലെ ഡോഗാണ്. എക്സ്പ്ലോസീവ് ഡിറ്റക്ഷൻ ഡോഗാണ്. നിരവധി VVIP ഡ്യൂട്ടികളിൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചയിട്ടുള്ള ഡോഗാണ്. നമ്മളെ കുളത്തുപുഴ വെടിയുണ്ട കണ്ടെത്തിയതിൽ പോലീസിനെ സഹായിച്ച ഡോഗാണ്. അതായത് പത്തനാപുരത്ത് പാടം എന്ന സ്ഥലത്ത് ജലാറ്റിൻ സ്റ്റിക്ക് അത് കണ്ടെത്താനും പോലീസിനെ സഹായിച്ച ഡോഗാണ്. 2.5 മാസമുള്ളപ്പം ഞങ്ങളോടൊപ്പം ITBPയിൽ ട്രെയിനിങ് കഴിഞ്ഞ ഡോഗാണ്. NSC ടീമിൻ്റെ കൂടെ കേരള പോലീസിൽ ട്രെയിനിങ് കഴിഞ്ഞ ഡോഗാണ്. അന്ന് കേരള പോലീസിൽ നിന്ന് 20 ഡോഗാണ് പോയത്. അന്ന് ഞങ്ങളുടെ കൂടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഗാർഡിലുള്ള ഡോഗ് ഉണ്ടായിരുന്നു. ആ ബാച്ചിൽ ട്രെയിനിങ് കഴിഞ്ഞ ഡോഗാണ് അർജുൻ. അർജുൻ ഒരുപാട് മികവുള്ള പ്രവർത്തനം പോലീസ് സേനയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട്. അന്ന് മുതൽ നമ്മൾ ചെറിയ രീതിയിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അർജുനെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. അർജുന് നമ്മൾ ചെറിയ രീതിയിലുള്ള കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഒക്കെ ഉള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവൻ്റെ ശബ്ദത്തിൽ അവനുള്ള ആൻസർ പറയും. അതിന് ITBP ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ITBPയുടെ DG അവന് പ്രത്യേക മൊമെൻറ്റവും കാര്യങ്ങളൊക്കെ അന്ന് കൊടുക്കുകയുണ്ടായി. അവന് പപ്പിയായിട്ടിരുന്ന സമയത്ത് അവനൊരു കുഞ്ഞിനെ നമ്മളെ കയ്യിൽ കിട്ടുന്ന കണക്ക് അത്രയും ചെറിയ ഒരു കുട്ടീനെ നമ്മളെ കയ്യിലേക്ക് തരികയാണ്. അന്ന് പോലെ അവൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളില്ലെങ്കിൽ ഇവൻ ആഹാരം കഴിക്കത്തില്ല. ഞങ്ങൾ 2 പേരും ആരെങ്കിലും ഒരാൾ കൊടുത്താലേ അവൻ ആഹാരം കഴിക്കത്തുള്ളൂ, വേറൊരാരും കഴിക്കത്തില്ല. ഞങ്ങൾ വരുന്നത് നോക്കി ഞങ്ങളെ വണ്ടി പുറത്ത് ഞങ്ങളെ സ്ക്വാഡിലേക്ക് വണ്ടി കടന്നു വരും അർജുൻ അറിയാം. അർജുൻ അപ്പോഴേ വിളിക്കും. പിന്നെ ഞങ്ങൾ പോയി കണ്ടതിന് ശേഷം മാത്രമേ അവൻ ബാർഗിങ് കുറച്ച് നിൽക്കത്തുള്ളൂ. ഞങ്ങൾ പോയി തടവണം. അപ്പം അവൻ ഹാപ്പിയാണ്. ഞാൻ ഈ ഡോഗ് സ്കൂളിലോട്ട് വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഒരു നാടൻ പട്ടി ഉണ്ടായിരുന്നു. അപ്പം പൊതുവേ ഒരുപാട് സ്ട്രെസ്സും ഒക്കെ ഉള്ള ഒരു ലൈഫ്. ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് വന്നതാണ് ഡോഗ് സ്കൂളിലൊക്കെ. അപ്പം എനിക്ക് അന്ന് മുതൽ ഡോഗിനോട് താല്പര്യമുണ്ട്. ഡോഗിൻ്റെ അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ. എൻ്റെ ഫാദർ പോലീസിലായിരുന്നു. അപ്പം ഡോഗ് സ്ക്വാഡ് എടുത്താണ് ഞാൻ ആ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചത്. അപ്പോൾ അന്ന് ഈ ഡോഗിനെ കാണുമ്പോഴൊക്കെ നമ്മൾ പുറത്തുനിന്ന് കാണും ഡോഗിനെ ചെയ്യുന്നതൊക്കെ. അന്ന് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഇതിനു വേണ്ടി അന്ന് ITBPയിൽ ഹരിയാനയിൽ പണിവിടുന്ന ആരും അങ്ങനെ വില്ലിങ് അല്ലായിരുന്നു. അന്ന് ഇവനോടുള്ള സ്നേഹം കൊണ്ട് ഇവനുമായിട്ട് ഞങ്ങൾ 9 മാസത്തെ ട്രെയിനിങ്ങിന് ഹരിയാനയിലേക്ക് പോയാണ്. അന്ന് മുതൽ ഇപ്പം ഇവൻ 7 വയസ്സാകാൻ പോകുന്നു. അന്ന് മുതൽ ഞങ്ങൾ 2 പേരുമാണ് ഇവൻ്റെ കൂടെ ഉള്ളത്.
Arjun, 2 plus 1. Arjun, 3 plus 1. എൻ്റെ പേര് സജിൻ എന്നാണ്. ട്രിവാൻഡ്രം സിറ്റി ഡോഗ് സ്ക്വാഡിൽ വർക്ക് ചെയ്യുന്നു. ഇത് നർക്കോട്ടിക് വിഭാഗത്തിലെ ജാക്ക് എന്നാണ് ഡോഗിൻ്റെ പേര്. ഇത് ട്രെയിനിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു ബനാറിയിലെ കഞ്ചാവ് റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഇവിടെ ട്രിവാൻഡ്രത്തും ഒരുപാട് ഷോകളൊക്കെ വരുമ്പം ഈ ഡോഗിന് ഒരുപാട് പ്രോഗ്രാംസുകൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ പരിപാടിയാണ് നമ്മൾ ഫസ്റ്റ് വർഷ പരിപാടി. അതിൽ ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ ഡോഗാണ്, ജാക്കാണ്. നമ്മളെല്ലാം റിവാർഡ് കൊടുത്തിട്ടാണ് ഈ ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ എല്ലാ പുതിയ മെത്തേഡ്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാം റിവാർഡ് ബേസ്ഡ് ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു 3 മാസമായ പപ്പിയാണ് നമ്മളെ കൈ തരണത്. ഞാൻ കല്യാണം കഴിക്കും മുന്നെയാണ് ഈ ഡോഗിനെ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് അച്ഛനമ്മയൊക്കെ വിട്ടു നിൽക്കുന്ന ആ സമയത്ത് ഇവനാണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ സ്റ്റാർട്ട് തൊട്ടേ ഉള്ളത്. ഇപ്പോൾ ഇവന് 4-4.5 വയസ്സായി. അപ്പോൾ ഇവൻ്റെ വളർച്ച ഫുള്ളും ഞാൻ കണ്ടിട്ടുണ്ട്. വെച്ചാൽ നമുക്കൊരു മക്കൾ ഉണ്ടാവണ ആ ടൈം മനസ്സിലായില്ല. അങ്ങനെ ഇവൻ നർക്കോട്ടിക്കാണ് ഡിറ്റക്ഷൻ ചെയ്യുന്നത്. പിന്നെ ലഹരി മരുന്നുകൾ ഏകദേശം എല്ലാം പിടിക്കും. ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കൂടുതലും ഷോയ്ക്കും ട്രിവാൻഡ്രത്ത് ഏത് ഷോ ഉണ്ടെങ്കിലും ജാക്ക് കാണും എല്ലാ ഷോയ്ക്കും. മനുഷ്യരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇവർക്ക് ഞാൻ റിയൽ സ്നേഹം മാത്രമേ ഉള്ളൂ. നമുക്ക് ക്യാഷ് ഒന്നും കൊടുക്കണ്ട ഇവർക്ക്. നമ്മൾ കൊടുക്കുന്ന ഫുഡിന് നമ്മൾ ഒരു സ്നേഹമായിട്ട് ഇങ്ങോട്ട് നൽകും. ഇവളുടെ പേര് ദിയ. ഡോഗ് നമ്പർ 370, തിരുവനന്തപുരം റൂറലിൻ്റെയാണ്. ഇത് ഒരു 2.5 വർഷത്തിന് മുന്നേ നമ്മൾ പഞ്ചാബിൽ പോയി എടുത്തതാണ് കേരള പോലീസിന് വേണ്ടി. എടുത്തുകൊണ്ട് വന്ന് പാവപ്പെട്ട ഒരു ഡോഗാണ്. പിന്നെ ഇതിൻ്റെ കേസിൻ്റെ ഹിസ്റ്ററീസ് പറയുകയാണെങ്കിൽ ഒരു 4-5 കേസ് തുമ്പുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 മാസത്തിന് മുന്നേ നമ്മൾ ഭോപ്പാലിൽ വെച്ച് നാഷണൽ മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 37 ഡോഗ് ഉണ്ടായിരുന്നു. അതിൽ ജസ്റ്റ് മിസ്സായിപ്പോയി. 5ാം സ്ഥാനത്തായിപ്പോയി. 5 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ 3rd, 2nd ഒക്കെ ആയിപ്പോയേനെ. അപ്പോൾ അങ്ങനെ കുറേ അച്ചീവ്മെൻറ്റുകളുണ്ട്. പിന്നെ പാവം ഡോഗാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ ട്രാക്കർ ഡോഗാണിത്. ട്രാക്കർ ഡോഗ് എന്ന് വെച്ചാൽ മോഷണം, കൊലപാതകം, അപ്പോൾ അതിനൊക്കെ പോലീസിനെ സഹായിക്കാൻ വേണ്ടി ഉള്ള വിഭാഗമാണ് ട്രാക്കർ ഡോഗ് എന്ന് പറയുന്നത്. പ്രത്യേകതകളെന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ ഡോഗിനെ പോലെ നമ്മളിപ്പോൾ കുറേ ദൂരം ഓടിയാലോ അല്ലെങ്കിൽ ചാടിയാലോ ഒന്നും തളരില്ല. പിന്നെ ഇതിൻ്റെ മൂക്ക് നീളമുള്ളതുകൊണ്ട് നല്ല സ്മെല്ലെടുക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. പിന്നെ നല്ല വർക്കിംഗ് ഡോഗാണ്. ഗാർഡ് ഡോഗായിട്ട് ഉപയോഗിക്കാം. നല്ല ഡോഗാണ് ബെൽജിയം മെൽനോയ്സ്. അറിയാമല്ലോ, ബില്ലാദിനെയൊക്കെ പിടിച്ച വിഭാഗത്തിലുള്ള ഡോഗാണ്. ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നമ്മളത് നോക്കി നിൽക്കും. അത്രയ്ക്ക് ഭയങ്കര ബോണ്ടിങ്ങാണ്. ഇപ്പോൾ തന്നെ ഫോട്ടോ എടുക്കാൻ അവരെ അവിടെ നിർത്തിയിട്ട് ഞാൻ ശകലം മാറി നിൽക്കും. മാറി നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടുവന്ന് ഓടിക്കൊണ്ട് വരികയാണ്. ഭയങ്കര ബോണ്ടിങ്ങാണ്. കണ്ട ആൾക്കാർക്ക് ഒരു പേടിയുണ്ട്, കടിക്കുമോ എന്നുള്ള പേടി. പക്ഷെ പാവമാണ്, വഞ്ച പാവമാണ്. ഇവളുടെ പേര് ബി ലക്കി എന്നാണ്. ട്രിവാൻഡ്രം സിറ്റിയാണ്. എക്സ്പ്ലോസീവ് വിഭാഗത്തിൽപ്പെടുന്ന ഡോഗാണ്. ഇത് കുഞ്ഞനായ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എയർപോർട്ട്, ഫ്ലൈറ്റ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ പോലുള്ള തിക്നെസ് കുറഞ്ഞ നാരോ റൂട്ടിലൂടെ എല്ലാം പോകാനായിട്ടാണ് ഇവരെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നീട് ഫുൾ ആക്റ്റീവാണ്. രണ്ടാമത് ഇവർ ഹൈപ്പർ ആക്റ്റീവാണ്. അതായത് എത്ര തളർന്നാലും ക്ഷീണത്തോടൊന്നും കാണിക്കത്തില്ല. VIP ഡ്യൂട്ടീസെല്ലാം വരുമ്പോൾ വളരെ ആക്റ്റീവായി ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. പിന്നീട് വെഹിക്കിൾ ചെക്കിങ്, VIP വരുമ്പോൾ നമുക്ക് ഒരുപാട് വെഹിക്കിളൊക്കെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ആ സമയത്തെല്ലാം തന്നെ വണ്ടിയുടെ ബോണറ്റ് ആണെങ്കിലും അടിഭാഗങ്ങളിലാണെങ്കിലും ബാക്കി ലാബോ അല്ലെങ്കിൽ മറ്റു ഡോഗുകൾക്ക് കയറാൻ പറ്റാത്ത, സൈസ് ഉള്ളതുകൊണ്ട് കയറാൻ പറ്റാത്ത പലയിടങ്ങളിലും വളരെ സൈസ് കുറഞ്ഞ ഡോഗായതുകൊണ്ട് പെട്ടെന്ന് കയറാനായിട്ട് സാധിക്കും. പിന്നീട് ഇവർ കുഞ്ഞുങ്ങളുമായിട്ടെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. രണ്ടാമത് നമുക്ക് ഇവരെ
ട്രിവാൻഡ്രം ഉൾപ്പെടെ ഇപ്പോൾ 5 ഡോഗിനാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം എറണാകുളത്താണുള്ളത്. അതായത് എയർപോർട്ട് സംബന്ധമായിട്ടുള്ള ഡ്യൂട്ടികൾക്ക് എടുത്തതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ 1, എറണാകുളത്തൊന്നും, ബാക്കി 2 കോഴിക്കോടും കണ്ണൂരും ഇത്ര ഇടത്താണ് വേണ്ടിയിട്ടുള്ളത്. ഇവർ ഈ പറഞ്ഞല്ലോ ഹൈപ്പർ ആക്റ്റീവ് ഡോഗാണ്. ബാക്കിയുള്ള ഡോഗുകൾ ഇതിപ്പോൾ ഷോ ഒരു 5 മണിക്ക് തുടങ്ങിയാണ്. ഇപ്പോൾ 6:30 മണിയായിട്ടും ഏകദേശം 1.5 മണിക്കൂറായിട്ടും ക്ഷീണമൊന്നുമില്ല. ഫുൾ ഹൈപ്പർ ആക്റ്റീവായിട്ട് നിൽക്കും. അപ്പോൾ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആ ഒരു ക്ഷീണത്തിൻ്റെ ബുദ്ധിമുട്ട് വരത്തില്ല. രാവിലെ ഈ VVIP ഡ്യൂട്ടിയൊക്കെ ഉള്ളപ്പോൾ ഈ ഫ്ലൈറ്റ്, എയർപോർട്ട് ചെക്കിങ് അല്ലെങ്കിൽ അവിടുത്തെ താപനിലയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഫുൾ ആക്റ്റീവായിട്ട് തന്നെ ഡ്യൂട്ടി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ക്ഷീണം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. പിന്നീട് നമുക്ക് ബാക്കിയുള്ള ഡോഗുകളെക്കാളും ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഒരു 12 കിലോ വെയിറ്റ്, മാക്സിമം 12 കിലോ വെയിറ്റേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ ഇടുങ്ങിയ വഴികളിലൂടെ എല്ലാം കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യൂട്ടിക്ക് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ ഹെലികോപ്റ്റർ ചെക്കിംഗ് എല്ലാം വരുന്ന സമയങ്ങളിൽ സ്റ്റെപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവരെ എടുത്ത് അതിൻ്റെ മുകളിൽ കയറ്റി വിട്ട് കൊടുത്താൽ മതി. ഫുൾ ചെക്ക് ചെയ്തിട്ട് താഴെ വന്നോളൂ. അതുകൊണ്ട് ആ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. നമ്മളുടെ റാപ്പ് എന്ന് വെച്ചാൽ ഇവരെ ഒബീഡിയൻ്റ് ആക്കി നിർത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഈ ഇരിക്കുമ്പോൾ തന്നെ ഇവർ ചുറ്റും ഇങ്ങനെ ആൾക്കാരെല്ലാം നോക്കി എല്ലാവരെയും സെർച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ബാക്കിയുള്ള ഡോഗുകളെ പോലെ ഒരിടത്ത് കൺട്രോൾ ചെയ്ത് ഇരുത്താൻ പറ്റുന്ന വളരെ ബുദ്ധിമുട്ടുള്ള വർക്ക് പക്കയാണെങ്കിലും അവർ ഒരാളെ കൺട്രോൾ ചെയ്തെടുത്ത് ഇരുത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എവിടെ വന്നാലും സ്മെല്ലെടുത്ത് അപ്പോൾ കൂടെ ഒരാൾ എപ്പോഴും വേണം. കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും കുട്ടികൾ അടുത്തോട്ട് വരണം. അങ്ങനത്തെ ഒരു രീതിയാണ്. ഈ ബീഗിൾ മാത്രമല്ല, എല്ലാ ബീഗിളും അങ്ങനത്തെ ഒരു കാറ്റഗറി പെട്ടതാണ്. വളരെ ആസ്വദിച്ച് വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു ജോലിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും വിചാരിക്കുന്നത് 2-3 മാസമായിട്ടുള്ളൂ എന്നാണ്. ഇവർക്ക് 3 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പോലെ നല്ല സൈസുള്ള ഡോഗുകളെക്കാളും പ്രായമുള്ള ഡോഗാണ്. വെയിറ്റ് റെഡ്യൂസ് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ 13 കിലോ വെയിറ്റ് ഉണ്ട്. അങ്ങനെ ഡ്യൂട്ടി എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. എൻ്റെ പേര് ജുബിൻ വി ജോസഫ്. ഇടുക്കി കാനൈൻ സ്ക്വാഡിൽ നിന്നുള്ള ഹാൻഡലറാണ്. ഇത് ബിനു. ഞങ്ങൾ 2 പേരുമാണ് ഡോളിയുടെ ഹാൻഡലർ. ഇടുക്കിയിലാണ് വരയ്ക്കുന്ന. എക്സ്പ്ലോസീവ് ഡിറ്റക്ഷനാണ് ഡോഗിൻ്റെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി. ബീഗിൾ ഒന്നാമത് ചെറിയ സ്മോൾ ബ്രീഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹ്യൂമൻ ബോഡി സെർച്ച് അല്ലെങ്കിൽ ഫ്ലൈറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഷിപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഈ ലഗേജ് സെർച്ച് അങ്ങനെയുള്ള പൊതുവായ സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആളുകൾ പെട്ടെന്ന് പാനിക്കാകില്ല. ഒരു വലിയ ഡോഗിനെ കാണുമ്പോൾ ആളുകൾക്ക് പാനിക്കാകുന്ന പോലെ പാനിക്കാകില്ല. അങ്ങനെയുള്ള പ്രധാന ഉദ്ദേശം. പിന്നെ ബീഗിൾ ഡിറ്റക്ഷൻ ഡോഗുകൾക്ക് നല്ല, അതായത് സ്മെല്ലിംഗ് കപ്പാസിറ്റി കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെറുതായിട്ട് ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റും. ആ ഉദ്ദേശത്തിലാണ് കൂടുതൽ എടുത്തേക്കുന്നത്. അപ്പം ഇപ്പോൾ ഈ ഡോളിയെ സംബന്ധിച്ച് 3 മാസത്തിലാണ് ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ചെന്ന് എടുത്തു. അന്ന് മുതൽ ട്രെയിനിങ് ആണ്. അപ്പം നമ്മളില്ലെങ്കിൽ 2 പേരിൽ ഒരാളില്ലെങ്കിൽ ഡോഗിന് അത്ര ഒരു കംഫർട്ടല്ല. അപ്പം ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, സന്തോഷമാണ്. എന്നാൽ ആ ഒരു മൈൻഡ് സെറ്റിലായി മാറും. ഡോഗുകൾ പൊതുവേ അങ്ങനെ ആയി മാറും. പിന്നെ കുറേ നാൾ കൊണ്ട്. എൻ്റെ പേര് ശ്രീജിത്ത്. തിരുവനന്തപുരം സിറ്റി പൂന്തുറ ഡോഗ് സ്ക്വാഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഡോഗിന് ഇപ്പം 5.5 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോൾ നർക്കോട്ടിക് വിഭാഗത്തിലുള്ള ഡോഗാണ് മാർക്കോ എന്ന് പറയുന്നത്. മാർക്കോ എന്നാണ് എൻ്റെ പേര്. പിന്നെ ഇപ്പോൾ കേരള പോലീസ് അക്കാഡമിയിലാണ് എൻ്റെ ബേസിക് ട്രെയിനിങ് ഒക്കെ 2018 പൂർത്തിയായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ നർക്കോട്ടിക് വിഭാഗത്തിൽ വരുന്ന ഈ പിന്നെ ഗണേഷ് അതുപോലുള്ള ഐറ്റംസ്, അതുപോലെ ശംഭു, ഇതുപോലത്തെയൊക്കെ ഡിറ്റക്ഷൻ കുറേ ഏരിയയിൽ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ കുറേ സ്റ്റേഷൻ പരിധിയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അച്ചീവ്മെൻറ്റ്സാണ് മെയിനായിട്ട് ഉണ്ടായിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ ഡ്യൂട്ടി മീറ്റിന് പങ്കെടുക്കാനായിട്ട് കേരളത്തിൽ നിന്ന് നർക്കോട്ടിക് വിഭാഗത്തിൽ ഫസ്റ്റായിട്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭോപ്പാലിൽ ഓൾ ഇന്ത്യ 66ാമത് ഓൾ ഇന്ത്യ പോലീസ് ഡ്യൂട്ടി മീറ്റിന് പങ്കെടുക്കാൻ പോയി. അങ്ങനെ 7ാം സ്ഥാനം, 35 ഡോഗോളം മത്സരിച്ചതിൽ 7ാം സ്ഥാനം കരസ്ഥമാക്കാൻ പറ്റി. അതൊരു അച്ചീവ്മെൻ്റായിട്ട് തന്നെ കരുതുന്നു. അപ്പോൾ ആളൊരു സൈലൻറ്റ് സ്വഭാവക്കാരനാണ്. ഇതുവരെ വേറെ പ്രശ്നമൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആൾ ഹാപ്പി ആയിട്ട് പോകും. നമ്മളിപ്പോൾ അവന് ഒരു 5 മാസം പ്രായമുള്ളപ്പോഴാണ് എനിക്ക് ഈ ഡോഗിനെ, എനിക്കും എൻ്റെ പേരായിട്ട് വിനീത് ശംഭു എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 പേരുമാണ് ഇതിൻ്റെ ഹാൻഡലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 5 മാസം പ്രായമുള്ളപ്പോഴാണ് ഇവനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ആ കാലം തൊട്ട് തന്നെ നമ്മൾ 2 പേരും വളരെ സ്നേഹത്തോടെ തന്നെയാണ് ഇവനോട് പെരുമാറുന്നത്. അതുപോലെ അവൻ തിരിച്ച് അങ്ങനെ ഒരു മൈൻഡോടെ തന്നെ അവൻ തിരിച്ച് നമ്മളെ അടുത്തും പെരുമാറുന്നത്. തീർച്ചയായും ഇപ്പോൾ ഡോഗിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഡോഗ് സ്ക്വാഡിലേക്ക് വന്നതും അതുപോലെ തന്നെ ഇവനെ നമ്മുടെ കയ്യിൽ കിട്ടുന്നതും. അപ്പോൾ നമ്മൾ കൂടുതൽ ഡോഗിൻ്റെ അടുത്ത് പെരുമാറുന്നതും കൂടുതൽ അതിൻ്റെ അടുത്ത് ഇഷ്ടം കൂടി വരത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ മക്കളെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഡോഗിനെയും കൊണ്ട് നടക്കുന്നത്. അതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായാലും എന്തെങ്കിലും വിഷമം ഉണ്ടായാലും അതുപോലെ എന്തെങ്കിലും അസുഖം ഉണ്ടായാലും ആദ്യം അത് നമുക്ക് തന്നെയാണ് ആദ്യം മനസ്സിലാവുന്നത്. അപ്പോൾ ഇതുവരെയും ഒരു കുഴപ്പമില്ലാതെ അങ്ങ് പോകും.